ചെങ്കോട്ട സ്ഫോടന സൂത്രധാരൻ ഡോക്ടർ ഉമർ നബിയുടെ എക്കോസ്പോർട്ട് കാറിൽ NSGയുടെ പരിശോധന നടക്കുകയാണ്. ഹരിയാനയിലെ ഖണ്ഡാവലി ഗ്രാമത്തിൽ നിന്നാണ് കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കാർ രജിസ്റ്റർ ചെയ്തത് ദില്ലി സീലംപൂരിലെ തെറ്റായ മേൽവിലാസത്തിലാണ്. ഖണ്ഡാവലി ഗ്രാമത്തിൽ ഹരിയാന പോലീസിന്റെ വ്യാപക പരിശോധന ഇപ്പോൾ നടക്കുന്നു. ഡൽഹി 10-11 ബ്ലാസ്റ്റ് ബ്രേക്കിംഗ്. നമ്മുടെ പ്രതിനിധി ആദിൽ പാലോട് ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. ഒരു ഡോക്ടർ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ള വിവരം കൂടി വരുന്നു. ജമ്മു കാശ്മീർ സ്വദേശിയായ ഡോക്ടർ മുഹമ്മദ് ആരിഫ് കാൺപൂരിൽ കസ്റ്റഡിയിലായിരിക്കുന്നു. ഡോക്ടർ ഷഹീന്റെ കൂട്ടാളി എന്നാണ് നിഗമനം. ഡോക്ടർ ഷഹീന്റെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ആദിൽ പാലോട് ചേരുന്നു. NSG പരിശോധന നടക്കുന്ന ഫോർഡ് എക്കോസ്പോർട്ട് കാർ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും. ആദിൽ പാലോട്, ആ കാർ ഒന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കൂ. ആ കാറും തെറ്റായ വിലാസത്തിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നതെന്ന് പറയുമ്പോൾ വലിയ സ്ഫോടന പരമ്പരയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇവർ വാങ്ങിച്ചു കൂട്ടിയ കാർ എന്ന് നമ്മൾ കരുതേണ്ടി വരും, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. എനിക്ക് പിന്നിൽ കാണാൻ കഴിയുന്നുണ്ട് ആ പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും വലിയ സംഘം ഇവിടെയുണ്ട്. ഇത് ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ഒരു 50 മീറ്റർ മാറി ഉള്ളിലേക്കാണ് കാറ് കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവിടേക്ക് കടക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് സ്ഫോടക വസ്തുക്കൾ അടക്കം അതിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനകൾ നടത്തി വരികയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അവിടേക്ക് പോകാൻ അനുവദിക്കാനാകൂ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ബോംബ് സ്ക്വാഡിന്റെ വാഹനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. NSGയുടെ പരിശോധന നടക്കുന്നുണ്ട്. ഹരിയാന പോലീസും NIAയുടെ സംഘമടക്കം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. എക്കോസ്പോർട്ട് വാഹനമാണ്. എക്കോസ്പോർട്ട് ഇവർ കൂടുതൽ സ്ഥലങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തണമെങ്കിൽ കൂടുതൽ വാഹനം അതിനായി വാങ്ങിയിരുന്നു. അങ്ങനെ വാങ്ങിയ ഒരു വാഹനമാണ് ഈ കാർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചുമന്ന നിറത്തിലുള്ള എക്കോസ്പോർട്ട് കാറിനായി വിശദമായ അന്വേഷണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നടത്തിയിരുന്നു. ഇന്നലെ മുഴുവൻ നടത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഈ കാറ് കണ്ടെത്തുന്നത്. ഖണ്ഡാവലി എന്ന ഗ്രാമത്തിൽ നിന്നാണ് കാർ കണ്ടെത്തുന്നത്. കാറിന്റെ രജിസ്ട്രേഷൻ പരിശോധിക്കുമ്പോഴാണ് കാറിന്റെ രജിസ്ട്രേഷൻ ദില്ലി സീലംപൂരിലെ തെറ്റായ വിലാസത്തിലാണ്. ഇത് അന്വേഷിച്ചു പോകുമ്പോൾ അവിടെ മറ്റൊരു കുടുംബമാണ് താമസിച്ചിരുന്നത് എന്നതുകൂടി പോലീസ് കണ്ടെത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കാറിന്റെ പരിശോധന ബോംബ് സ്ക്വാഡും മറ്റും നടത്തി വരികയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നും ഒരു 50 മീറ്റർ മാത്രം മാറിയാണ് ആ കാർ ഇപ്പോൾ കിടക്കുന്നത്. ഉമറിന്റെ താമസ സ്ഥലത്താണോ ഈ കാർ കിടക്കുന്നത്? അതിൽ ഒരിക്കലുമല്ല. ഉമറിന്റെ താമസ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ അന്വേഷണം പോലീസ് നടത്തി. പക്ഷെ അവിടെ നിന്ന് ഈ കാർ കണ്ടെത്തിയിരുന്നില്ല. പിന്നീട് ഈ ഉമറിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു എന്നാണ് പോലീസ് അനൌദ്യോഗികമായി നൽകുന്ന വിവരം. ഉമറിന്റെ ഡ്രൈവർ ആണ് നൽകിയത് വിവരം. ഇവിടെ ഒരു കാർ ഉണ്ട്, ഇവിടെയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരം. ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ കാർ ഇന്നലെ രാത്രിയോടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് തെറ്റായ മേൽവിലാസത്തിലാണ് ഈ കാർ രജിസ്റ്റർ ചെയ്തിരുന്നത് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും ഉമർ നബിയുടെ പേരിലാണ്. മേൽവിലാസം തെറ്റായി കൊടുത്തു എന്ന് വെച്ചാൽ അത് ഏതോ ഒരു കുറ്റകൃത്യത്തിന് വേണ്ടി വാങ്ങിയതിന് സംശയം പറയാം. ഉറപ്പായും അതെ അങ്ങനെ തന്നെയാണ് സംശയിക്കുന്നത്. പ്രത്യേകിച്ച് ദീപാവലി ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലുമൊക്കെ ഈ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് നേരത്തെ പോലീസ് NIA സംഘവും അന്വേഷണ സംഘവും കണ്ടെത്തിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാഹനം വാങ്ങിയത് എവിടെ നിന്ന് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണമുണ്ടാകും. ഇതിന്റെ തുടർച്ചയായി എവിടെയൊക്കെ ഇവർ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു എന്നുള്ള അന്വേഷണമുണ്ടാകും. 2500-ലധികം കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് ഇവർ ശേഖരിച്ചു വെച്ചിരുന്നത്. അത്രത്തോളം ഒരു പദ്ധതി, മുൻകൂട്ടി ദീർഘകാല പദ്ധതി ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഈ വാഹനത്തിന്റെ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് എന്താണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ വരുന്നൊരു വാർത്ത ഡോക്ടർ പകർത്തു. നമുക്ക് കഴിയുമെങ്കിൽ പരിശോധന കഴിഞ്ഞതിനു ശേഷം അതിൽ സ്ഫോടക വസ്തുക്കൾ ഇല്ലെങ്കിൽ അവിടെ അനുവദിക്കുന്ന സമയത്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവെക്കുകയും ചെയ്യാം. അങ്ങനെ രണ്ടാമത്തെ ഒരു കാർ കൂടി ഇന്നലെ കണ്ടെത്തിയിരുന്നു. അവിടെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഖണ്ഡാവലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ പരിശോധന. ഡോക്ടർ ഉമർ നബിയുടെ പേരിലാണ് കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ മേൽവിലാസം തെറ്റാണ്. തെറ്റായ മേൽവിലാസം കൊടുക്കണമെങ്കിൽ ഇത് രക്തസാക്ഷികളായിട്ടുള്ള മനുഷ്യരൊന്നുമല്ലല്ലോ. തെറ്റായ മേൽവിലാസം കൊടുത്ത് രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുന്നവരെ ഭീകരവാദികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കണം. ഒരു സംശയവുമില്ല.